ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രഭൃതിഭർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തിയും സമാധാനവും ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവഭക്തമക്കളെയും കമൻസ് എന്ന എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. നിർമ്മല രമേഷ്, പ്രശോഭ വിജയൻ, സുമ അമൽ മൈലക്കാട്, വിനയൻ, രുക്മിണി മോഹൻ, ജഗദമ്മ, പ്രസന്ന, ബിന്ദു പ്രസന്നൻ, ജയാനിൽ, രാധികാദേവി, കലാനാരായണൻ, പ്രമിള സുനിൽ, ഇന്ദിരാദേവി എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ഹരിനാമ കീർത്തനത്തിൻ്റെ 1-2 ഖണ്ഡിക ചൊല്ലിയിട്ട്, കാരണം കലികാലമല്ലേ, കലിയുഗത്തിൽ നാമസങ്കീർത്തനങ്ങളാണല്ലോ വേണ്ടത്. അതുകൊണ്ട് നമുക്ക് അല്പനാമം ചൊല്ലിയിട്ട് മതി. ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യരൂപഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇഹ തോന്നുന്നതഖിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. അർക്കാനലാദിവെളി ഒക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ദിനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി. ഇതു കേൾക്കതാൻ ഇതൊരു മൊഴി താൻ പഠിപ്പവനും പതിയാ ഭവാംബുധിയിൽ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്ക് ഭാഗവതം ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം 64 വരെ പാർട്ടായി എന്നാണ് തോന്നുന്നത്. 65-ാമത്തെ ആണെന്നാണ് തോന്നുന്നത്.
എനിക്കിപ്പോൾ മറന്നു പോകും മക്കളെ. ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ അത് കാണാനും പറ്റുന്നില്ല. അത് എന്തോ ഈ ഫോണൊക്കെ അങ്ങ് തകരാറായി. നോക്കുമ്പം ചിലപ്പം വരുന്നൊന്നുമില്ല. കമൻസ് ചെയ്ത മക്കളുടെ പേര് പോലും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. നോക്കിയിട്ടൊന്നും എല്ലാമൊന്നും കിട്ടുന്നില്ല. എന്നാലും മക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച എന്താണെന്ന് ഓർക്കണം. എന്താ നമ്മൾ ഓർത്ത? ശുദ്ധം അശുദ്ധം, അതായത് ശുഭം അശുഭം, ദോഷം ഗുണം, ഇതൊക്കെയാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ അധികാരികൾ ഭേദം കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. പണ്ടേ ഇങ്ങനെ ഓരോ മനുഷ്യർ, അല്ല ദൈവം അല്ലല്ലോ ഇതൊന്നും ചെയ്തു വെച്ചത്. അതുകൊണ്ട് സമസ്തം ആത്മമയം അവനും ഭഗവാങ്കൽ ചേർന്ന്, അതായത് എങ്കൽ പരമാത്മാവിൽ ചേർന്ന് സമസ്ത ജ്ഞാന ഭക്തി കർമ്മ സാഫല്യം വരും. അധികാരികൾ ഭേദം കൊണ്ട് ദോഷവും ഗുണം വിധിക്കുന്നതും രണ്ടായി വേദങ്ങൾ യുദ്ധം. അതിലെന്തൊക്കെയാ? ശുദ്ധിയും അശുദ്ധിയും ഗുണവും ദോഷം. ശുഭം ശുദ്ധമല്ലാതൊരു അശുഭം. ശുഭം അതിൻ്റെ ഓപ്പോസിറ്റ് ശുദ്ധമല്ലാത്തത് അശുഭം. അതൊക്കെയാണ് ആചാരങ്ങളൊക്കെ ഇവിടെ കൽപ്പിച്ചു വെച്ചത്. ഭേദമായി വിധിച്ച് അതിന് സാരം ചൊല്ലുവൻ കേൾക്ക. വേദിച്ചിടുതു ദ്വൈത സന്ദേഹം തീരും ഹൃദി. ഇത് മനസ്സിലാക്കാമെങ്കിൽ വേദിച്ചിടുക, ഇത് അറിയുക. എന്തിനാ? നമ്മുടെ സംശയം മാറാൻ. ദ്വൈത സന്ദേഹം, ഈ രണ്ടിൻ്റെ ഗുണം എന്താ ദോഷം എന്താ, ഇതെങ്ങനെ ഉണ്ടായി, ഇതൊക്കെ ആരാ ഇത് വരുത്തിയത്, ശുഭവും അശുഭമൊക്കെ എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ നമ്മൾ തന്നെ മനുഷ്യർ പണ്ടിങ്ങനെ ഉണ്ടാക്കി വെച്ചതാ മക്കളെ. ശുദ്ധിയും അശുദ്ധിയും ഞാനത് പറഞ്ഞല്ലോ. ഇപ്പം ഒന്നുകൂടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ എങ്ങനെ ശുദ്ധി അശുദ്ധി ഇവിടെ കൽപ്പിക്കുന്നത്? നമ്മൾ നടന്നു പോകുമ്പോൾ രണ്ട് ഒരേപോലത്തെ നല്ല രണ്ട് മനുഷ്യർ ഇങ്ങോട്ട് വരുന്നു. നമ്മൾ അപ്പോഴെന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ചെന്നങ്ങ് ഷേക്കാൻഡ് കൊടുത്ത് നമസ്കാരമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അദ്ദേഹത്തോട് കാര്യം പറയും. അപ്പോൾ രണ്ടാമത് വേറൊരാൾ കൂടെ നിൽപ്പുണ്ടല്ലോ, അദ്ദേഹം എന്ത് വിചാരിക്കും? എനിക്ക് എന്തോ കുറവുണ്ട്, എന്തോ അശുദ്ധിയാണ്. മറ്റേയാളിനെ കണ്ടപ്പോൾ ഇത്രയും സൽക്കാരവും സ്നേഹവും പ്രകടിപ്പിക്കണമെങ്കിൽ രണ്ടായി കണ്ടു. അപ്പോൾ അവിടെ ശുദ്ധിയും അശുദ്ധിയും വന്നല്ലോ, അല്ലെങ്കിൽ ദോഷവും ഗുണവും വന്നല്ലോ. കാര്യം എവിടെ നിന്നാണ് പോയത്? നമ്മളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് രണ്ടുപേരെ കണ്ട പരിചയം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും രണ്ടു പേർക്ക് ഒരുപോലെ സ്നേഹം കൊടുക്കാമെങ്കിൽ അവിടെ അശുദ്ധിയും ശുദ്ധിയും വരുമോ? സമത്വമല്ലേ വേണ്ടത്? ഇതെന്താണ്? ഒന്നിൽ വെളുത്തവനായിരിക്കും, അല്ലെങ്കിൽ കറുത്തവനായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ഇച്ചിരി പഠിത്തമോ പ്രൗഢിയോ അല്ലെങ്കിൽ ധനമോ പണമോ പ്രശസ്തിയോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സന്തോഷമായിട്ട് സ്വീകരിക്കുമ്പോൾ മറ്റേ നിൽക്കുന്ന ആൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്നറിയാമോ? രണ്ടുപേരെയും ഒരുപോലെ നമ്മൾ സ്നേഹിക്കണം, രണ്ട് സമത്വമായി കാണണം. ഇച്ചിരി ഏറ്റക്കുറച്ചിൽ എന്തോ ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മൾ തന്നെയാണ് ഒരാളെ നന്മയും ഒരാളെ തിന്മയും ആക്കി വെക്കുന്നത്. ഒരാളെ സൽക്കരിക്കുമെങ്കിൽ മറ്റേ അവിടെ നിന്ന് വിയർത്ത് വിഷമിച്ച് നാണിച്ച് ലജ്ജിച്ച് പൊക്കോളും. അത്രമാത്രം വിഷമം ഉള്ളിലുണ്ടാകും. അയ്യോ, ഞാൻ ഇതിൻ്റെ കൂടെ വരണ്ടിയില്ലായിരുന്നു, എന്നെ ഇത്രമാത്രം അവർ തള്ളിയല്ലോ, എന്നോടൊരു വാക്കുപോലും അവർ പറഞ്ഞില്ലല്ലോ, മറ്റേ എന്തെല്ലാം പറഞ്ഞു, സന്തോഷിച്ച് മുത്തം കൊടുത്ത് കെട്ടിപ്പിടിച്ചു ഷേക്കാൻഡ് കൊടുത്ത് നമസ്കാരം പറഞ്ഞു, ഇതൊക്കെ ചെയ്തു. എന്താ കാര്യം? ഇത് മനുഷ്യൻ്റെ കുഴപ്പമാണ്. മനുഷ്യൻ വേറായി ചിന്തിക്കുന്നു, രണ്ടായി ചിന്തിക്കുന്നു. ഭഗവാൻ പരമാത്മാവിന് രണ്ടവസ്ഥ ഇല്ല, സർവ്വതും സമമാണ്. ജഗദീശ്വരൻ എല്ലാവരെയും സമത്തിലാണ് കാണുന്നത്. അപ്പോൾ നമ്മളും അത് കണ്ട് പഠിക്കണ്ടേ? തരംതിരിക്കാമോ? ഇവിടെ ശുദ്ധി അശുദ്ധി അങ്ങനെ ഉണ്ടായതാ. അതാണ് ഞാൻ അന്ന് പറഞ്ഞ രണ്ട് പശുക്കൾ, കറുത്തതും വെളുത്തതും രണ്ട് പശുക്കൾ, രണ്ടിൻ്റെ ഉള്ളത്തിൽ അമൃതാകുന്ന പാല് തന്നെയാണ്. പക്ഷെ കറുത്തനെ അങ്ങോട്ട് മാറ്റിയിട്ട് വെളുത്തനെ സ്നേഹിക്കും. ഇത് കൊള്ളാം, ഇത് ശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ കറുത്ത പശു അത് യഥാർത്ഥത്തിൽ അതിൻ്റെ പാലിന് കറുപ്പ് നിറമെന്നല്ലേ അതിനർത്ഥം? പാലിന് എല്ലാം രണ്ടിനും വെളുപ്പല്ലേ, രണ്ടിനും അമൃതല്ലേ? അപ്പോൾ അവിടെ രണ്ടിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതുപോലെ മനുഷ്യനിലും എല്ലാം ഇന്ന് അങ്ങനെ ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം പല വർണ്ണഭേദങ്ങളും ഒക്കെ അങ്ങനെ ആചാരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വച്ചു. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇവിടെ ഉണ്ടായെന്ന്. എനിക്കിതിനെ പറ്റി പഠിച്ചിട്ടില്ല, ഇത് വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ശരിയോ തെറ്റോ അതെന്തായാലും നമുക്ക് നമുക്കിതൊക്കെ യുക്തിപൂർവ്വം എടുത്ത് പഠിക്കാം മക്കളെ. ഇതൊക്കെ തന്നെയാണ് സത്യം. അതുകൊണ്ടിവിടെ വേദിച്ചിടതു ദ്വൈത രണ്ട്, ഈ രണ്ടിൻ്റെയും ശുദ്ധി എന്താണ് അശുദ്ധി എന്താണ് അതിൻ്റെ സന്ദേഹം, ഈ രണ്ടിൻ്റെയും സംശയം തീരും ഹൃദി. നമ്മളത് മനസ്സിലാക്കണം, ഇത് നമ്മുടെ ഉള്ളത്തിൽ മനസ്സിലാക്കണം. ഇത് തന്നെ സത്യം, ഇങ്ങനെയാണ് തരംതിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നാർക്ക് ഇത് ഇത്തരം നേരത്തെ ഉദ്ധവർക്ക് ഭഗവാൻ കൊടുത്തല്ലോ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, അവർക്കൊക്കെ ഓരോ കർമ്മങ്ങളും ധർമ്മങ്ങളും ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് അവരനുസരിച്ച് അവിടെ എല്ലാവരും അങ്ങനെ കഴിയുന്നു. ഇന്നും
കുറേ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു ബ്രഹ്മത്തെ അറിഞ്ഞൊരു ബ്രഹ്മജ്ഞാനിക്ക് ഇതൊന്നുമില്ല, എല്ലാം സമത്വമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിൻ്റെ പോംവഴികളാണ്? ബ്രഹ്മജ്ഞാന മാർഗങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ നിഷ്ഠകളനുസരിച്ച് ബ്രഹ്മത്തെ അറിയാനുള്ള വഴികളാണിതെല്ലാം. എന്നാണ് ഈ ബ്രഹ്മത്തെ അറിയുന്നവൻ, അവന് പിന്നെ ഇതൊന്നും ചെയ്താലും ഇല്ല, ചെയ്തില്ലേലും ഇല്ല, ഒന്നുമില്ല, ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടും ഇല്ല, യാതൊന്നുമില്ല. അത് ബ്രഹ്മമായി മാറിക്കഴിഞ്ഞു സമത്വം. പിന്നെ അവിടെ ഇന്ന ആചാരം ചെയ്യണമെന്നോ ഇന്ന അനുഷ്ഠാനം കാണിക്കുക ഒരു കാര്യം നടക്കില്ല. ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, ഇഷ്ടമില്ല ചെയ്യുകയും വേണ്ട. ഒരു കർമ്മങ്ങൾ എല്ലാ കർമ്മം വിരക്തി വരും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, എത്രയും സമാനമായിരിക്കും വസ്തുക്കളിൽ ശുദ്ധി എന്നത് കൊണ്ടിട്ട് അശുദ്ധി വിധിക്കുന്നു. ഇതാണ് രണ്ടുപേര് വരുമ്പോൾ, ഒരാളെ സൽക്കരിക്കുമ്പോൾ അവിടെ ശുദ്ധി അയാൾക്ക് വന്നു. ഒരാളിൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല, സ്നേഹിച്ചില്ല, ഷേക്കാൻ കൊടുത്തില്ല, അല്ലെങ്കിൽ നമസ്കാരം പറഞ്ഞില്ല, അവിടെ ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ നമ്മൾ കൽപ്പിച്ചു വെച്ചു അശുദ്ധി. അല്ലെങ്കിൽ ഒന്ന് കറുത്തിരിക്കുന്നോ വെളുത്തിരിക്കുന്നോ എന്തെങ്കിലും ആവട്ടെ, ഇത് നമുക്കത് പാടില്ല. നമുക്ക് പരമജ്ഞാനം എന്താണ്? പരബ്രഹ്മത്തിൻ്റെ കണക്ക് നമ്മൾ ആകണം. അതാകണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി തപസ്സിൽ കൂടി ഇതെല്ലാം അങ്ങനെ ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ ആ ബ്രഹ്മജ്ഞാനി ആകാനും പറ്റൂ. അല്ലെങ്കിൽ ഇത് പറയാനേ പറ്റൂ, പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശുദ്ധി എന്നതുകൊണ്ടിട്ട് അശുദ്ധി വിധിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. സമത്വം ശുദ്ധി ഭേദമാകുന്നത് അശുദ്ധിയും സമത്വമായാലേതും അശുദ്ധിയില്ലയല്ലോ. അപ്പോൾ സമത്വം, ഇതിനെ നമ്മൾ എന്താ, ശുദ്ധിയും ഭേദമാകുന്നത്, ശുദ്ധിക്ക് ഓപ്പോസിറ്റാണ് അശുദ്ധി. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ശുദ്ധി ഭേദമാകുന്നത് അശുദ്ധി. അപ്പോൾ ശുദ്ധിയും അശുദ്ധിയും സമത്വമായാൽ ഏതും അശുദ്ധിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വേണം സമത്വമാകാൻ? ഈ രണ്ട് പേര് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ രണ്ടുപേരോട് സന്തോഷമായിട്ട് ചിരിച്ച് സംസാരിക്കുക. നിങ്ങൾ രണ്ടുപേരും എവിടേക്ക് പോകുന്നു? നിങ്ങൾക്ക് രണ്ടുപേർക്കും നമസ്കാരം. രണ്ടുപേരുടെ കയ്യിലും നമുക്ക് പെട്ടെന്ന് രണ്ട് കൈ കൊണ്ട് നമുക്ക് അവർക്ക് ഷേക്കാൻ കൊടുക്കാം. രണ്ടുപേരും ഒന്നുപോലെ സ്നേഹിക്കാം. അവിടെ എപ്പോഴും അശുദ്ധി വന്നു, സമത്വമായില്ലേ? അപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനി എന്തായി തീരണം? സമത്വമായി കാണണം. അവിടെ ഏറ്റക്കുറച്ചിൽ വേണ്ട. ഇന്ന് അങ്ങനെ അല്ല ലോകം. ഇന്ന് സെലിബ്രിറ്റികളെ കാണുമ്പോൾ ഒരു പ്രത്യേകത, പാവപ്പെട്ടവരെ കാണുമ്പം അവിടെ ഒരു അശുദ്ധി. ഇങ്ങനെ മനുഷ്യർക്ക് ഒരിക്കലും നന്നാവത്തില്ല. അങ്ങനെയാ ഈ ലോകം അങ്ങനെ കിടക്കുക. എവിടെ ഉണ്ട് പ്രശസ്തി, എവിടെ ഉണ്ട് മഹിമ, പണം, ധനം, അല്ലെങ്കിൽ വിദ്യ, ഇതൊക്കെ വലിയ രീതിയിലാണ് ഇന്ന് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരാണെങ്കിൽ ആരും മൈൻഡ് ചെയ്തില്ല. വന്ന് രണ്ടുപേരും ഒന്നിച്ച് കയറി വരുമ്പോൾ നല്ലവനെന്നും ചള്ളവനെന്നും അതാ അശുദ്ധനെന്നും ശുദ്ധനെന്നും തരംതിരിച്ചിട്ട് നല്ല കസേരകളൊക്കെ ഇട്ട് പിടിച്ചിരുത്തും. ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ വന്നാൽ മറ്റാളിനെ പിടിച്ചിരുത്തത്തുമില്ല, കയറിയിരിക്കാൻ പറയത്തുമില്ല. ഇങ്ങനെയൊക്കെ ഓരോ രീതികളാണ്. അങ്ങനെയാണ് മനുഷ്യരെന്ന് ഇങ്ങനെ അധപ്പതിച്ചു പോയത്. അതുകൊണ്ട് സമത്വം ശുദ്ധി ഭേദമാകുന്നത് അശുദ്ധിയും, സമത്വമായാൽ എന്ത് വരും? അശുദ്ധിയില്ലല്ലോ. സമത്വമായിട്ട് നമ്മൾ 10 പേരെ കണ്ടാൽ 10 പേരെ ഒരുപോലെ നമ്മൾ കാണുക, അവിടെ അശുദ്ധിയുണ്ടോ? സമത്വമായില്ലേ? ഇത് നമ്മൾ പഠിക്കണം. ബ്രഹ്മമുണ്ട് ഇല്ലെന്നതും ബ്രഹ്മത്തിൻ ലക്ഷണവും തന്മനം തന്നിൽ സന്ദേഹിപ്പത് ഗുണദോഷം. ഇവിടെ ബ്രഹ്മം ഉണ്ടെന്നും ഇല്ലെന്നും സംശയമാണ് ഗുണദോഷം. ഇത് എന്താ സംശയം? കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് ഒരേ ഒരു ഉണ്മയാണ്. പരബ്രഹ്മം ലോകത്തിൻ്റെ ഒരു വസ്തു നിഷ്കള പരബ്രഹ്മമാണ്. അത് രണ്ട് ബ്രഹ്മമില്ല, ഒരേ ഒരു ബ്രഹ്മം തന്നെയാണ്. അത് ഇവിടെ ബ്രഹ്മം ഉണ്ടെന്നും ചിലർ മനസ്സിൽ തോന്നും, ഇല്ലെന്നും തോന്നും. അത് ഏതാണ്ട് ശരി? ബ്രഹ്മോ എന്തോ, ബ്രഹ്മം ഉണ്ടോ ഇല്ലയോ? ബ്രഹ്മം എന്നും അത് മാത്രമാണ് നമുക്ക് കണ്ടറിയാനായിട്ട് ഇല്ലാതാനും. പിന്നെ എങ്ങനെ നമുക്ക് സംശയം തീരും? അനുഭവിച്ചറിയുന്നവർക്ക് സംശയം തീരും. കാണാൻ ഉള്ള വസ്തു അല്ല, അരൂപിയാണ്. അതുകൊണ്ട് ബ്രഹ്മം ഉണ്ട് ഇല്ലെന്നതും ബ്രഹ്മത്തിന് ലക്ഷണവും തന്മനം തന്നിൽ സന്ദേഹിപ്പത് ഗുണദോഷം. ആരാണിങ്ങനെ സംശയിക്കുന്നത്? അവരവരുടെ ഉള്ളത്തിൽ ബ്രഹ്മം ഉണ്ടോ ഇല്ലയോ? ദൈവം എന്ന് പറഞ്ഞാൽ ഉണ്ടോ? ഈശ്വരനുണ്ടോ? ബ്രഹ്മം എന്താ? ഈശ്വരനാ. അപ്പോൾ ഈശ്വരൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താ കാണാത്തത്? ഇങ്ങനെ സംശയാലുക്കളായി കിടക്കുമ്പോൾ അവിടെ എങ്ങനെ ഇതിന് ഗുണവും ദോഷമായിട്ടല്ലേ കിടക്കുള്ളൂ? സംശയമല്ലേ? അപ്പോഴെന്ത് വേണം? ബ്രഹ്മസന്ദേഹം തീർന്നാൽ ഗുണദോഷവുമില്ല.
എപ്പോഴാണ് നമുക്ക് സംശയം തീരുന്നത്? ബ്രഹ്മം ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള സംശയം നമ്മളെ ഉള്ളത്തിലുണ്ട്. അത് എപ്പോഴാണ് അത് തീരുന്നത്? അനുഭവിച്ചറിയുന്നോ അതിന് മനസ്സിലാവും. ബ്രഹ്മത്തെ ആരാണ് രുചിച്ചറിയുന്നത്? അത് ആരാണ് ആ ഗുണം മഹിമ ബ്രഹ്മത്തെ ആരാണ് അനുഭവിക്കുന്നത്? അനുഭവത്തിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റൂ. അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനി ആകുന്നവന് ബ്രഹ്മത്തെ അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം തീരും. അങ്ങനെ പറ്റൂ. എല്ലാവർക്കും ബ്രഹ്മത്തെ കണ്ടറിയാനോ രുചിച്ചറിയാനോ ഒക്കുന്നതല്ല. അതിൻ്റെ മാർഗങ്ങളാണ് ഇതൊക്കെ. ഈ ഓരോരോ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞേക്കുന്നില്ല. എന്തിനാണ്? ബ്രഹ്മത്തിൻ്റെ മാർഗം, ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി, ബ്രഹ്മജ്ഞാനം അറിയാനുള്ള മാർഗ വഴികളാണ് ഈ ആചാര അനുഷ്ഠാനങ്ങളും പൂജാവിധികളൊക്കെ. അതുകൊണ്ട് ബ്രഹ്മസന്ദേഹം തീർന്നാൽ ഗുണദോഷവുമില്ല. അപ്പം നമുക്ക് എപ്പോഴാണ് നമുക്ക് ബ്രഹ്മത്തിനെ പറ്റിയുള്ള സംശയം തീരുന്നത്? ഒരു ബ്രഹ്മജ്ഞാനി ആകുമ്പോഴാണ്. അപ്പോൾ പിന്നെ അവിടെ ഗുണദോഷമില്ല. അങ്ങനെയുള്ളവർക്ക് ജാതിധർമ്മവും അതിനടുത്ത കർമ്മങ്ങളും ചേതസി അറിഞ്ഞു ചെയ്ത് ഏറ്റവും ഭക്തിമാനായി നിൽപ്പത് ശുഭം. അപ്പോൾ ജാതിധർമ്മവും എന്തൊക്കെ അത് വർണ്ണാശ്രമങ്ങളൊക്കെ നമ്മൾ ഈ യുദ്ധവർക്ക് കൊടുത്ത ഉപദേശങ്ങൾ ആദ്യം തൊട്ടേ നമ്മൾ ഏകാദശ തൊട്ട് നമ്മൾ വായിക്കുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ ഇങ്ങനെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെ ധർമാനുഷ്ഠാനങ്ങൾ, എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും നമ്മൾ മനസ്സിലാക്കി അത് അറിയാമെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഞാനിപ്പോൾ എന്താ ചെയ്യാനാ? എല്ലാം പറയാൻ എളുപ്പമാണോ? അതൊക്കെ ഒത്തിരി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആ ധർമ്മം എന്തൊക്കെയാണ് നമുക്ക് ഓരോ വർണ്ണങ്ങൾക്കും വേണ്ടുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കർമ്മധർമ്മങ്ങളൊക്കെ. അപ്പോൾ ജാതിധർമ്മവും അതിനടുത്ത കർമ്മങ്ങളും ചേതസി ഇത് എങ്ങനെയാണ്? ഇപ്പം ബ്രാഹ്മണരുടെ മനസ്സിൽ വേണ്ട കർമ്മങ്ങളും ധർമ്മങ്ങളും ഒക്കെ മനസ്സിലറിഞ്ഞ് ചെയ്ത് ഏറ്റവും ഭക്തിയോടുകൂടി ഒരു ഭക്തിമാനായി നിൽപ്പത്. അങ്ങനെ ആരാണ് അറിഞ്ഞ് ചെയ്യുന്നത്? ഈ ബ്രഹ്മത്തെ അറിയാനുള്ള അനുഷ്ഠാനങ്ങളാണിതെല്ലാം. അത് ആരാണിങ്ങനെ നന്നായി ഭക്തിയോടുകൂടി ഇത് ചേതസി ഉള്ളത്തിൽ അറിഞ്ഞു നിൽക്കുന്നത്? അത് ശുഭം. അപ്പം ശുഭവും അശുഭത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ആരാണ്? ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് തന്നേക്കുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അത് ശുദ്ധിയോടും ഭക്തിയോടും കൂടി നമ്മൾക്ക് അന്നന്ന് അനുഷ്ഠാനങ്ങൾ എന്താ നമുക്കുള്ള അച്ഛനും അമ്മയും തന്നേക്കുന്ന രീതി അല്ലാതെ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് കൃത്യനിഷ്ഠയോടുകൂടി ആരാണ് അത് അനുഷ്ഠിക്കുന്നത്? അത് അങ്ങനെ നിൽപ്പതാണ് ശുഭം. അതിപ്പോൾ ഏത് വർണ്ണക്കാർക്കും പലർക്കും പല രീതിയാണ്. ചിലർക്ക് ഒന്നും കാണത്തില്ല. രാവിലെയും ഒരു ആദ്യത്തെ നമസ്കാരവും വൈകിട്ട് ഒരു വിളക്ക് കത്തിച്ച് കുളിച്ച് തൊഴുത് ഭക്തിയായിട്ടിരുന്ന് ഒരു നാമം 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒരു കൃത്യനിഷ്ഠ എന്നും ചിലപ്പം ഈശ്വരനെ പ്രാർത്ഥിക്കുക. അത് ഭക്തി ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതാവാം. അത് ഭക്തിയോടുകൂടി ചെയ്തത് സത്യം. 1 മിനിറ്റ് ആയാലും ഭക്തിയോ ശ്രദ്ധയോ ഉണ്ടെങ്കിൽ അത് മതി. ഇന്നതിനെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരു കൃത്യനിഷ്ഠ നമ്മുടെ അച്ഛനമ്മ എങ്ങനെ തന്നു അതനുസരിച്ച് അത് ഭക്തിയോടുകൂടി അത് 1 മിനിറ്റ് ആണോ അത് ആ പരമാത്മാവിനെ ലയം പ്രാപിച്ച് ശ്രദ്ധ എങ്ങും പോകാതെ അത് ആരാധിച്ചാൽ മാത്രമേ അതൊരു യഥാർത്ഥമായ ഒരു ഭക്തി എന്ന് പറയാൻ പറ്റൂ. എവിടെയെങ്കിലും മനസ്സ് പോയിക്കൊണ്ട് വിളക്കിന് മുമ്പിൽ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാലും അല്ല, അത് ഒരു ശരിയല്ല. അത് ഈ ലോകത്തിനും വരാനുള്ള ലോകത്തിനും കൊള്ളില്ല താനും. അത് അശുഭമാണ് താനും. അതുകൊണ്ട് ചേതസി അറിയണം നമ്മൾ എത്രമാത്രം ഭഗവാനോട് ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഓരോ നാമങ്ങൾ ഉച്ചരിക്കും. അപ്പോൾ തോന്നിയ നാമങ്ങളൊന്നും വേണ്ട. ഹരേ രാമ 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 ഹരേ ഹരേ. ആ ഹരേ കൃഷ്ണ 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 ഹരേ ഹര. ഭഗവാനെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. അത് ഭക്തിയോടുകൂടി ആ ഒരു നാമം തന്നെ 1-2 മിനിറ്റ് ചൊല്ലൂ. അതെങ്കിലും ഓം നമശിവായ അത് തന്നെ ഒരു 10-21 വട്ടമെങ്കിലും ചെല്ലൂ. അതല്ലെങ്കിൽ പിന്നെന്താ ഓം നമോ നാരായണായ എന്നുള്ള അത് അഷ്ടാക്ഷരിയാണ്, 8 അക്ഷരമാണ്. പഞ്ചാക്ഷരം ഓം നമശിവായാണ്. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ചൊല്ലാം. ഇതൊക്കെയും നമുക്ക് ചൊല്ലാം. അമ്മേ നാരായണ ചൊല്ലാം. ഇതൊക്കെ നമ്മൾ ഭക്തിപൂർവ്വം വേറെ ഒന്നും വേണ്ട. ഒരുപാട് നാമങ്ങൾ അറിയേ വേണ്ട. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അത് ഭക്തിയോടുകൂടിയും ആ ശ്രദ്ധ മനസ്സ് എങ്ങും പോകാതെ ആ ചൊല്ലുന്ന അർത്ഥം അനുസരിച്ച ഭഗവാനെ അല്ലെങ്കിൽ അമ്മേ ദേവി ആ അമ്മയെ തന്നെ ശ്രദ്ധിച്ചിരുന്നും കൊണ്ട് മനസ്സെങ്ങും പോകാതെ ഭക്തിയോടുകൂടി ചൊല്ലിയാൽ അതും നമ്മുടെ നിഷ്ഠ തന്നെയാണ്, ആചാരം തന്നെയാണ്. അവരവർക്ക് എന്താണ് അത് തന്നെയാണ് ആചാരം. എല്ലാവരുടെയും കണക്ക് നമുക്കാവണമെന്നില്ല. അമ്മക്ക് എന്താണ് വേണ്ടത് അതുപോലെ ചെയ്താൽ മതി. പക്ഷേ ഭഗവാനോട് ഭക്തിയും വേണം. ആ ചൊല്ലുന്ന ചൊല്ല് ആ പരമാത്മ ലയിച്ചിരിക്കുകയും വേണം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ചേതസി ഇത് മനസ്സിലാക്കി ആരാണ് ഞാൻ അറിഞ്ഞ് ചെയ്ത് ഏറ്റവും ഭക്തിയോടുകൂടി ഭക്തിമാനായി നിൽക്കുന്നത് അത് ശുഭം. യുദ്ധമില്ലാത്തത് അശുഭവും. ഇങ്ങനെ അല്ലയോ? ഇതൊന്നും ചെയ്യാതെയും ഭക്തി ഇല്ലാതെയും കൃത്യനിഷ്ഠ ഇല്ലാതെയും
ഒരാചാര അനുഷ്ഠാനം ചെയ്യാതെ മൂഢന്മാരെ പോലെ ചെയ്താൽ അത് അശുഭമാ. നമുക്ക് എന്താണ് പറഞ്ഞേക്കുന്നത്? ഇപ്പം ബ്രാഹ്മണരെ കണക്ക് ചെയ്യാൻ നമുക്കറിയില്ല. നമുക്ക് സാധാരണ മനുഷ്യർക്ക് വേണ്ടുന്ന ഒരേ ഒരു നിഷ്ഠ, കൃത്യനിഷ്ഠ, അത് ഈശ്വരനോട് ഭക്തിയോട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് അശുഭം. അതാണ് യുദ്ധം ഇല്ലാത്തത് അശുഭം. അപ്പോൾ എന്താണ് ശുഭം? ജാതിധർമ്മവും അതിനടുത്ത കർമ്മങ്ങളും ചേതസി അറിഞ്ഞ് ചെയ്ത് ഏറ്റവും ഭക്തിമാനായി നിൽപ്പതാണ് ശുഭം. യുദ്ധം ഇങ്ങനെ ഇല്ലാത്തത് അശുഭവും. കൽപ്പിതം ഇതുകൊണ്ട് ജാതി അഭിമാന കർമ്മം ഇല്ലെന്നാൽ, അപ്പോൾ ഇതൊക്കെ ജാതി അഭിമാന കർമ്മം ഇതൊക്കെ കൽപ്പിച്ചതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്, ഇത് ഇല്ലെന്നാൽ ശുഭ അശുഭം രണ്ടും ഇല്ലാതെ വരും. ഈ കൽപ്പിതമായിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞേക്കുന്നത് ജാതി അഭിമാന കർമ്മമാണ്. ബ്രാഹ്മണർ ചെയ്യേണ്ട അഭിമാന കർമ്മം അവർ ചെയ്യണം, ക്ഷത്രിയർ അങ്ങനെ, വൈശ്യർ അങ്ങനെ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇത് ജാതി അഭിമാന കർമ്മം. ഇത് ഭഗവാനൊന്നും വെച്ചതൊന്നും അല്ലല്ലോ, ഇതെല്ലാം മനുഷ്യരല്ലേ ഓരോരുത്തർക്കും ഓരോ രീതി വെച്ചേക്കുന്നത് ജാതി അഭിമാന കർമ്മം. അത് ഇല്ലെന്നാൽ എന്ത് വരും? ശുഭ അശുഭം രണ്ടും ഇല്ലാതെ വരും. ഇതൊന്നും ഇല്ലാത്തൊരു ഇത് രണ്ട് രീതി ഇങ്ങനെ അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നാൽ, ഈ ജാതി അഭിമാന കർമ്മം പോലെ ഇതിങ്ങനെ ഇല്ലാതിരുന്നാൽ എന്ത് വരും? ശുഭവുമില്ല അശുഭവും രണ്ടും ഇല്ലാതെ വരും. ചൊല്ലുവൻ ഇനി ആചാരങ്ങളെ വിധിച്ചതും. ഇനിയിപ്പോൾ ആചാരങ്ങൾ എന്താണ്? ജാതിധർമ്മത്തെ കൈക്കൊണ്ടിടുക നിമിത്തമായി പാതകം തീർന്ന് ശുദ്ധ നിർമ്മല അറിവാനും ആചാരങ്ങളെ വിധിച്ചിടുന്നതറിഞ്ഞാലും. ഇനി ഇങ്ങനെയുള്ള മനുഷ്യർക്ക്, ജാതിക്കാർക്ക് ധർമ്മത്തെ കൈക്കൊണ്ടിടുക നിമിത്തമായി ഇന്ന ധർമ്മം ചെയ്യണം. അത് പക്ഷേ ക്ഷത്രിയർക്ക് യുദ്ധം എന്ന് ഭഗവാൻ പറയുന്നത് പോലെ ബ്രാഹ്മണർക്ക് എന്തൊക്കെയാ പൂജകൾ, അല്ലെങ്കിൽ മറ്റുള്ള എങ്ങനെ ഓരോ രീതിയിലും ജാതിധർമ്മം ഇപ്പോൾ ശൂദ്രർക്ക് പറഞ്ഞേക്കുന്ന എല്ലാം ഉദ്ധവർക്ക് കൊടുത്ത ഉപദേശത്തിലെല്ലാം കിടപ്പുണ്ട്. ശൂദ്രർ എന്ത് ചെയ്യണമെന്നും ബ്രാഹ്മണ സേവ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് ഭാഗവതം അതൊക്കെ എടുത്ത് വെച്ച് വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഇത് താഴേക്ക് ഈ വീടുകളെല്ലാം നീക്കി വീണ്ടും ആവർത്തിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവരുടെ ഓരോ ധർമ്മത്തെ കൈക്കൊണ്ടിടുക നിമിത്തമായി പാതകം തീർന്ന് ശുദ്ധ നിർമ്മല അറിവാനും. അപ്പം നമുക്കിതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നമുക്ക് അറിവുള്ള അനുസരിച്ച് നമുക്കൊന്നും അറിവുണ്ടെങ്കിൽ ഭഗവാനെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓം നമ ശിവായോ, ഓം നമോ നാരായണായ, ഇങ്ങനെയുള്ള ഭഗവാനെ ആരാധിക്കുക, സ്തുതിക്കുക. നന്നായി ഏത് ദോഷവും മാറും, പാതകം തീരും. അപ്പം ശുദ്ധ നിർമ്മല അറിവാനും ആചാരങ്ങളെ വിധിച്ചിടുന്നതറിഞ്ഞാലും. ഈ ആചാരങ്ങളെല്ലാം ശുദ്ധമായി വരാനാണ്, നമ്മുടെ ഹൃദയശുദ്ധിക്കും നമ്മുടെ ദോഷങ്ങൾ മാറാനും പാതകം തീർന്നു വരാനാണ്. അപ്പം നമുക്ക് എന്താണ് നമുക്കുള്ള ഭക്തിക്ക് ചേരുന്ന രീതിയിൽ, നിസാര ലളിതമായ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തൊക്കെ ഉണ്ട്. അമ്മീ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അപ്പോഴെല്ലാം ആ പ്രകൃതി മഹാമായ പരാശക്തിയെ തന്നെ ചിന്തിക്കണം. പ്രകൃതി പുരുഷനാണ് ലോകത്തിൻ്റെ പരബ്രഹ്മം. അപ്പം മഹാമായ പരാശക്തിയാണ് ഈ അമ്മേ നാരായണ എന്ന് പറയുമ്പോൾ ആ ലോകമാതാവിനെ തന്നെ ചിന്തിച്ചോണം. നമ്മളെ ലോകത്തിലെ ഏറ്റവും ഒരേ ഒരു അമ്മയുള്ളതാണ്. അത് തന്നെയാണ് നാനാത്വമായി നമ്മൾ പല പേരോടും, അതായത് പല നാമത്തോടും രൂപത്തോടും നമ്മൾ വെച്ച് ആരാധിക്കുന്നത്. അപ്പോൾ ലോകമാതാവിനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഓം നമോ നാരായണായ എന്നോ ഓം നമ ശിവ എല്ലാം ഒന്നാണ്. ഒരേ ഒരു പരബ്രഹ്മത്തെ തന്നെയാണ്. ശിവനായാലും കൃഷ്ണനായാലും രണ്ടില്ല, എല്ലാം ഏകമാണ്. അതുകൊണ്ട് ശുദ്ധ നിർമ്മല അറിവാനും ആചാരങ്ങളെ വിധിച്ചിടുന്നത് അറിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ആചാരങ്ങളൊക്കെ വച്ചേക്കുന്നത്. ആചരിച്ചില്ല ജാതിധർമ്മ അഭിമാനം പാരമെന്നിരിക്കലോ പിന്നെ ആചാരം അതുമില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ആരും ആചരിച്ചില്ലെങ്കിലോ എന്താണ്? ജാതിധർമ്മ അഭിമാനം പാരം എന്നിരിക്കലോ പിന്നെ ആചാരം അതുമില്ല. ഇങ്ങനെ ആചരിക്കാത്ത എത്രയോ പേരുണ്ട്. ഒന്നും ഇത് കൃത്യനിഷ്ഠ ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബം ഇങ്ങനെയൊക്കെയാണ് ആചാര അനുഷ്ഠാനങ്ങൾ. ഇത് അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും ഉണ്ട്. അപ്പോൾ ഇത് ആചരിച്ചില്ലെങ്കിൽ എന്ത് വരും? ആചാരമില്ല. ഞങ്ങൾക്ക് കൃത്യനിഷ്ഠ ആചാരങ്ങളൊന്നുമില്ല. എത്രയോ പേര് ഇത് വിശ്വസിക്കാത്തവരുണ്ട്. ചിലപ്പോൾ എപ്പോഴും ഏകമയം പരബ്രഹ്മം എന്ന് പറഞ്ഞ ചില മനുഷ്യർ അങ്ങനെയുണ്ട്. എല്ലാം പരമാത്മാവ് സങ്കല്പങ്ങൾ, മനസ്സിൽ തന്നെ ഉള്ള ധ്യാനങ്ങൾ പല രീതിയിലാണ്. ഇങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഏത് കുടുംബത്തിലായാലും അങ്ങനെയുള്ളവരുണ്ട്, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് ആചരിച്ചില്ല എങ്കിൽ ആചാരം അതുമില്ല.
എന്നിവയെല്ലാം സാക്ഷി വസ്തുവിന് ഉദ്ദേശത്താലായ അതുകൊണ്ട് ധർമ്മകർമ്മ ആചാരങ്ങൾ ഇവ ചേതസി പാർത്താൽ ബ്രഹ്മജ്ഞാന മാർഗങ്ങളല്ലോ. ഇത് ഓർത്താൽ ഇത് പാർത്താൽ മനസ്സിൽ എന്താണ് ഇതെല്ലാം സാക്ഷി വസ്തുവിൻ ഉദ്ദേശത്താലായതുകൊണ്ട് സാക്ഷി വസ്തു പരമാത്മജ്ഞാനത്തിന് വേണ്ടി ആ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയാണ്. എന്താണ് ബ്രഹ്മം? ആ പരമാത്മാവ്, ആ ജ്ഞാനം, അത് ഉൾക്കൊള്ളാൻ ആരാ നമ്മളതായി തീരലാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ സാക്ഷാൽ പരബ്രഹ്മത്തെ അറിയാനാണ്, ബ്രഹ്മജ്ഞാനം അറിയാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഇതെല്ലാം. ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം സാക്ഷി വസ്തുവിന്, ഏതാ സാക്ഷി വസ്തു? പരമാത്മാവ്, പരബ്രഹ്മമൂർത്തി, ആ ലോകപിതാവായിരുന്ന ആ നിഷ്കള പരബ്രഹ്മ വസ്തു, അതിന് വേണ്ടിയാണ്. എങ്ങനെ? നമ്മൾ അത് മനസ്സിൽ ഉൾക്കൊള്ളാനും നമ്മളതായിത്തീരാനും നാം ആരാണെന്ന് അറിയാമ്പോൾ ആ സാക്ഷി നമ്മൾ തന്നെയാണെന്നും നാം അതാണെന്നും ആ തത്വമസി ആയിരിക്കുന്നു അതാണ് നാം അതാകുന്നു ആ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട വഴികളാണ്. ഇതൊക്കെ അറിയാനുള്ളതാണ് ഈ മാർഗങ്ങളെല്ലാം. അത് സാക്ഷി വസ്തുവിന് ഉദ്ദേശത്താലായ അതുകൊണ്ട് ധർമ്മകർമാചാരങ്ങൾ ഇവ ചേതസി പാർത്താൽ ബ്രഹ്മജ്ഞാന മാർഗങ്ങളാണ്. എന്താണ് ബ്രഹ്മജ്ഞാനം? ബ്രഹ്മത്തെ അറിയുക. ആ ബ്രഹ്മത്തെ അറിഞ്ഞു വരുമ്പോൾ നാം തന്നെയാണ് ആ ബ്രഹ്മമെന്ന് സർവത്തിലും അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആ വഴിക്ക് വേണ്ടി ഇതറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ നടത്തുന്നത്. ബ്രഹ്മത്തെ വേദിച്ചിട്ടു ചെയ്താലും ചെയ്തതല്ലെന്നുണ്മകളെല്ലാം മുമ്പേ പറഞ്ഞു തന്നീനല്ലോ. ഇങ്ങനെ ആരാണ് ബ്രഹ്മത്തെ വേദിച്ചിട്ട് അറിഞ്ഞിട്ട്? ഇത് ഇങ്ങനെ നമ്മൾ നോക്കി വരുമ്പം പ്രായങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തെ നമ്മൾ ബ്രഹ്മത്തെ അറിയും. അങ്ങനെ ബ്രഹ്മത്തെ വേദിച്ചിട്ട് അറിഞ്ഞിട്ട് പിന്നെ ചെയ്താലും ചെയ്തതല്ലെന്ന് നമുക്ക് പിന്നെ എന്ത് ചെയ്യണം? കർമ്മങ്ങൾ ചെയ്യണമെന്നോ പൂജ വേണമെന്നോ ആചാരാനുഷ്ഠാനങ്ങൾ വേണമെന്നോ ഒന്നുമില്ല. ബ്രഹ്മത്തെ അറിയാനാണല്ലോ ഈ വഴിയെല്ലാം. ഏത് വഴി കൂടാനും പിന്നെ വഴി പലതായാലും നമ്മൾ ബ്രഹ്മത്തെ അറിയാനാണല്ലോ. അപ്പോൾ നാനാ ജനങ്ങൾക്കും പല പല വഴികളാണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ പല പല വഴികളിൽ കൂടെ പോകാം. ചെന്നെത്തുന്നതെല്ലാം ആ പരബ്രഹ്മത്തിൽ തന്നെയാണ്. ആ വഴി ഏത് വഴി കൂടായാലും ആ ലക്ഷ്യം അത് തന്നെയാണ്. അങ്ങനെ ആരാണ് ബ്രഹ്മത്തെ അറിയുന്നത്? വേദിച്ചിട്ട്. ബ്രഹ്മത്തെ വേദിച്ചിട്ട് ചെയ്താലും ചെയ്തതല്ലെന്ന് ഉണ്മകളെല്ലാം. അതായത് ഇത് ചെയ്താൽ പിന്നെ അപ്പം ബുദ്ധവർക്ക് ഉപദേശം കൊടുത്തപ്പോൾ ആരാണ് ഈ ബ്രഹ്മജ്ഞാനി? ബ്രഹ്മത്തെ ആ നിർഗുണ ബ്രഹ്മത്തിൽ ലയം പ്രാപിച്ചു വന്നാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് സർവ്വം സമത്വമാണ്, ഒന്നും വേറുകൃത്യമില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് കർമ്മം ചെയ്താലും ഒന്നുമില്ല, ചെയ്തില്ലേലും ഒന്നുമില്ല, നാമം ചൊല്ലിയാലും ഒന്നുമില്ല, ഒന്നിനും യാതൊരു കർമ്മത്തിൽ നിന്നെല്ലാം വിലക്കതയായി. അപ്പോൾ പിന്നെ അവിടെ ചെയ്താലും ഒന്നുമില്ല, ചെയ്തില്ലേലും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മത്തെ വേദിച്ചിട്ട് ആരാണ് ആ സാക്ഷാത്കാരം നേടുന്നത്? അവർക്ക് പിന്നെ ചെയ്താലും എന്താണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്താലും ചെയ്തതല്ലെന്ന് ഉണ്മകളെല്ലാം ആ സത്യമെല്ലാം മുമ്പേ പറഞ്ഞു തന്നേനല്ലോ. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ഉദ്ധവരെ ഞാൻ അത് നേരത്തെ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഇങ്ങനെ ഒരു ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ത് ചെയ്യണം ചെയ്യണ്ട ഇതൊക്കെ നേരത്തെ തന്നെ ഈ സത്യത്തെ ഉണ്മ സത്യം ഞാൻ മുമ്പേ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പേജ് മാറി അങ്ങോട്ട് നോക്കുമ്പോൾ ഭാഗവതം എടുത്തിട്ടുണ്ടെങ്കിൽ തീർത്ത് വായിച്ച് പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ത് ചെയ്യണം ചെയ്തില്ലെന്ന് പറയാൻ എന്താ കുഴപ്പം? ഒന്നുമില്ല. അതാണ് ഇത് പറയുന്നത് എന്നാൽ എനിക്ക് തോന്നുന്നത്, അല്ലാതെ പിന്നെന്താണ്? അതുകൊണ്ട് ആ സത്യങ്ങളെല്ലാം ഞാൻ നേരത്തെ നിനക്ക് പറഞ്ഞു തന്നേനല്ലോ. ബ്രഹ്മാവാദികളായ സ്ഥാവര ജംഗമങ്ങൾ, ബ്രഹ്മാവാദി വെച്ചാൽ ബ്രഹ്മാവ് തൊട്ട് ഈ ഇങ്ങേറ്റം കീടം എന്തെല്ലാം ഈ ഭൂമിയിലുണ്ടോ, വൃക്ഷലതാദികളും സസ്യങ്ങളും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും മനുഷ്യരും എന്തെല്ലാം കീടങ്ങൾ പുഴുക്കൾ എന്തെല്ലാം ഇവിടെ ഉണ്ടോ അതാണ് ബ്രഹ്മാവാദികളായ സ്ഥാവര ജംഗമങ്ങൾ. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഖണ്ഡ സംയുതമായ ദേഹാദി സമസ്തവും ഖണ്ഡ സംയുതമായി നശിക്കുന്നതാണ് ഈ ബ്രഹ്മാവ് തൊട്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ കാലയളവുണ്ട്. ബ്രഹ്മാവിന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ ഈ ദേഹം നശിക്കുകയുള്ളു. നമ്മളൊക്കെ അങ്ങനെയല്ല, നമുക്കൊക്കെ കുറച്ച് നാളേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഈ കൊച്ചു കീടങ്ങളും പുഴുക്കൾക്കൊക്കെ അപ്പോൾ തന്നെ ചിലപ്പോൾ 1-2 ആഴ്ചയോ അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? എല്ലാ ജീവജാലങ്ങളും ബ്രഹ്മാവ് തൊട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാം വൃക്ഷമായാലും പിന്നെ പക്ഷിമൃഗാദികളായാലും ഖണ്ഡ സംയുതമായ ദേഹാദി സമസ്തവും എല്ലാ ദേഹങ്ങളും നശിക്കുന്നതാണ്. സമസ്തവും നശിക്കും.
അതാണ് ഖണ്ഡ സംയുതമായ ദേഹാദി സമസ്തവും എന്താണ്? പഞ്ചഭൂതങ്ങളുടെ ധാതുക്കൾ തന്നെയല്ലോ. ഒരു കൃമി തൊട്ട് ബ്രഹ്മാവ് വരെ ആയാലും അല്ലെ ബ്രഹ്മാവ് തൊട്ട് കൃമി കീടം വരെ ആയാലും ഇതെല്ലാം എന്താണ്? പഞ്ചഭൂതങ്ങളുടെ ധാതുക്കളാണ്. അതായത് മണ്ണും വെള്ളവും അഗ്നിയും വായുവും ആകാശവും കൊണ്ടുള്ള പഞ്ചഭൂത നിർമ്മിതമാണ് ഇവിടെ എല്ലാം. ഒരു പുഴുവായാലും അത് സസ്യങ്ങളായാലും എല്ലാം ഇങ്ങനെ ഇത് ധാതുക്കൾ വെച്ചാൽ നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്ന ലവണങ്ങൾ എടുത്താണെങ്കിൽ വൃക്ഷങ്ങളായാലും നമ്മളായാലും വളരുന്നത്. മണ്ണിൽ വെള്ളവും മണ്ണും വളവും എല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആഹാര സാധനങ്ങളാവും. നമ്മൾ മണ്ണ് തന്നെ വിഴുങ്ങണമെന്നില്ല. മണ്ണിൽ പിടിക്കുന്ന വസ്തുക്കൾ കഴിക്കുമ്പോൾ അത് മണ്ണാണ്. അതുപോലെ വായു ശ്വസിക്കണം, ജലം വേണം, ചൂട് വേണം, ആകാശം വേണം, ഇങ്ങനെ എല്ലാം നമുക്ക് വേണം. അതാണ് പഞ്ചഭൂതങ്ങളുടെ ധാതുക്കൾ എന്നല്ല. ഒരു വസ്തു ഇവിടെ ഉണ്ടായതെല്ലാം പഞ്ചഭൂതം കൊണ്ടുള്ളതാണ്. ഈ കണ്ണുകൊണ്ട് പുറം കണ്ണുകൊണ്ട് കാണുന്ന എന്തെല്ലാം ഇവിടെ ഉണ്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ടായതാണ്. അതെല്ലാം പഞ്ചഭൂതങ്ങളുടെ ശരീരമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇത് പഞ്ചഭൂതങ്ങളുടെ ധാതുക്കൾ തന്നെയല്ലോ. കിഞ്ചന പോലും പഞ്ചഭൂതം അല്ലാതെയില്ല. അത് അല്പം പോലും ഈ പഞ്ചഭൂതങ്ങളുടെ അല്ലാതെ നമുക്ക് ഒരു ദേഹത്തിലും വേറല്ലാതെ ഇല്ല, ഒന്നുമില്ല. എല്ലാം ഈ അഞ്ച് ഭൂതങ്ങളുടെ നിർമ്മിതമാണ് നമ്മളെല്ലാവരും. അല്പം പോലും ഒരു വ്യക്തി പോലും ഇതിനകത്ത് പഞ്ചഭൂത നിർമ്മിതം അല്ലാത്ത ഒരു ദേഹവും ഇവിടെ ഇല്ല. പിന്നെയോ സമമായിരിക്കുന്ന ഫോണങ്ങ് പന്നലായി, അനങ്ങുമ്പം തന്നെ കാറ്റ് വീശുമ്പം തന്നെ ഇത് കാണുന്നില്ല അക്ഷരം. സമമായിരിക്കുന്ന സർവഭൂതാത്മാക്കളെ നാമരൂപങ്ങളായി വേറായി ചൊല്ലും വേദം. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ദേഹം സമമായിരിക്കുകയാണ്. എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കാക്കയെടുത്തോ പൂച്ചയെടുത്തോ ഒരു ആനയെടുത്തോ നിങ്ങൾക്കിവിടെ അവകാശമില്ലെന്നോ നിങ്ങളിവിടെ ഇതിന് വ്യത്യസ്തപ്പെട്ടതാണെന്നോ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളെല്ലാം തുല്യരല്ലേ, സമമല്ലേ? ആനയ്ക്കും ഒരു കീടത്തിനും പുഴുവിനും പക്ഷിക്കും എല്ലാം എന്താണ്? ഈ പഞ്ചഭൂതമാണ്. ആർക്കെങ്കിലും കുറവുണ്ടോ? എല്ലാം ഈ അഞ്ചൂട്ടം കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് സമമാണ്. നമ്മൾ ബ്രഹ്മാവ് തൊട്ട് ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം സമമായിരിക്കുന്ന സർവഭൂതാത്മാക്കളെ, ഈ സർവത്തിനെ ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം സർവഭൂതാത്മാക്കൾ അവിടെ നാമരൂപങ്ങളായി വേറായി ചൊല്ലും വേദം. നാമരൂപങ്ങളായി. കാരണം നമുക്ക് ആന അല്ലെങ്കിൽ കുതിര അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളെ പേര് ചൊല്ലി നാമരൂപങ്ങളായിട്ട്, പക്ഷികൾക്ക് വേറൊരു നാമരൂപവും മനുഷ്യർക്ക് വേറൊരു നാമരൂപങ്ങൾ, ഇങ്ങനെ ഓരോരോ രീതിയിലാണ് നമ്മളെല്ലാം വേർതിരിച്ച് വെച്ചേക്കുന്നത്. എന്നാൽ ഇതെല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ് താനും. ഒന്നിനെയും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. നാമവും രൂപവും മാത്രമേ മാറ്റമുള്ളൂ. മനുഷ്യരെ മനുഷ്യരെന്ന് വിളിക്കുന്നു, മൃഗങ്ങളെ കൂട്ടത്തോടെ മൃഗങ്ങളെന്ന് പറയുന്നു, പിന്നെ പക്ഷികളെ ആ സ്ഥാനത്ത് വൃക്ഷലതാദികൾ, അങ്ങനെ ഇങ്ങനെ നമുക്ക് ഓരോ പേരുകളും രൂപങ്ങളുമായി വേറായി ചൊല്ലും വേദം. ഏകമായിരിക്കുന്ന തങ്ങൾ തൻ സ്വാർത്ഥം തന്നെ. എന്നാലോ ഈ വേദം ഇങ്ങനെ പറയുന്നെങ്കിലും ഏകമായിരിക്കുന്ന തങ്ങൾ തൻ സ്വാർത്ഥം തന്നെ ഏകമായി സിദ്ധിപ്പാനായി ഭേദമായി കൽപ്പിക്കുന്നു. എന്നാൽ ഈ ഏകമായിരിക്കുന്ന പരബ്രഹ്മം അത് ഏകമാണെന്ന് സിദ്ധിക്കാൻ വേണ്ടി ഇത് പലതായി കൽപ്പിക്കുകയാണ്. അതിവിടെ നാനാത്വം ഉണ്ടെങ്കിലേ പരമാത്മാവ് ഏകത്വമാണെന്ന് നമുക്ക് സിദ്ധിപ്പാൻ പറ്റൂ. അപ്പോൾ ഏകാത്മാവെന്ന് പറയുമ്പോൾ നാനാത്വം വരണം. നാനാത്വം ഉണ്ടെങ്കിലേ ഏകത്വം ഉള്ളു. ഏകത്വം വന്നാൽ നാനാത്വം ഉണ്ട്. അതാണ് ഇവിടെ പറയുക. അതുകൊണ്ട് ഏകമായിരിക്കുന്ന തങ്ങൾ തൻ സ്വാർത്ഥം തന്നെ ഏകമായി സിദ്ധിപ്പാനായി ഭേദമായി കൽപ്പിക്കുന്ന. അതുകൊണ്ട് ഏകാത്മാവെന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഇവിടെ നാനാത്വങ്ങൾ വേണം. അതുകൊണ്ട് സിദ്ധിപ്പാനായി ഭേദമായി കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭേദം കൽപ്പിക്കുന്നത്. നാനാത്വമായിരിക്കുന്ന ഈ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന സമസ്ത സർവ്വദേഹങ്ങളെയും നാനാത്വമായി വെച്ചാൽ രൂപങ്ങൾ വേറെ വേറെ നാമങ്ങൾ, ഇതൊക്കെ ഭേദമായി കൽപ്പിക്കുന്നത് ഏകാത്മാവായിരിക്കുന്ന തങ്ങളെ മനസ്സിലാക്കാനാ ഏകത്വത്തെ. നാനാത്വം കണ്ടറിയും താൻ ഏകസ്വാർത്ഥമാകും. ഈ നാനാത്വത്തെ നമ്മൾ കണ്ടറിയാൻ പറ്റും. താൻ ഏകസ്വാർത്ഥമാകും. നാനാത്വം ഇല്ലാതാകിൽ ഏകത്വം അറിയുമോ? അറിയത്തില്ല. ഈ നാനാത്വങ്ങളെല്ലാം ഇവിടെ നശിക്കുന്നതാണ് താനും. നശിക്കാത്തത് ഏകമേ ഉള്ളതുകൊണ്ട് ഏകത്വത്തെ നമ്മൾ അറിയണമെങ്കിൽ ഈ നാനാത്വം മനസ്സിലാക്കണം. നാനാത്വം എന്താ? ഉണ്ടായതാ. ഇതെല്ലാം ഇവിടെ ഉണ്ടായതാ. ഇതെല്ലാം ഒരു സമയത്ത് മൊത്തവും തീരും.
എല്ലാ ദേഹവും നശിക്കും. എന്നാൽ ഏകാത്മാവായിരിക്കുന്ന ഏകത്വം എന്താണ്? അത് നശിക്കുന്നതല്ല താനും, അത് ഉണ്മയാണ്, അത് സത്യമാണ്. അതുകൊണ്ട് നാനാത്വം കണ്ടറിയും, താൻ ഏക സ്വാർത്ഥമാകും, നാനാത്വം ഇല്ലാതാകിൽ ഏകത്വം അറിയുമോ. അപ്പം ഈ നാനാത്വം കൊണ്ടാണ് നമ്മൾ ഏകത്വത്തെ അറിയുന്നത്. അതുകൊണ്ട് ദേശകാലാദിഭാവമാകും വസ്തുക്കളുടെ ഗുണദോഷങ്ങളെല്ലാം വിധിക്കുന്നത് പാർത്താൽ കർമ്മങ്ങൾക്കായും നിയമങ്ങൾക്കങ്ങായിക്കൊണ്ടും നിർമ്മലം അല്ലാതെയാം ദേഹാദി ഇല്ലെന്നാകിൽ. ഇതെല്ലാം എന്താണ്? ദേശകാലാദിഭാവ വസ്തുക്കളുടെ അങ്ങനെ കാലങ്ങളുടെയും പദാർത്ഥങ്ങളുടെയും ഗുണദോഷങ്ങളെല്ലാം എന്തിനാ വിധിക്കുന്നത് ഓർത്താൽ? ഇവിടെ ഇതെല്ലാം കർമ്മങ്ങൾക്കായും നിയമങ്ങൾക്കായാണ്. ഇത് ദേഹങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ കർമ്മങ്ങളും നിയമങ്ങളെല്ലാം ഇത് ഭഗവാൻ ഇങ്ങനെ വച്ചേക്കുന്ന ഇത് നമുക്ക് ദേഹം ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം ഗുണദോഷങ്ങൾ ഇങ്ങനെ വിധിക്കുന്നത് പാർത്താൽ കർമ്മങ്ങൾക്കാണ്. എന്തൊക്കെയാണ് നമുക്ക് നിയമങ്ങളും കർമ്മങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയാണ്. എന്താ? ദേഹം ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം, കർമ്മങ്ങളുടെ ആവശ്യമില്ല നമുക്ക്. അതായത് നിർമ്മലം അല്ലാതെയാ ദേഹാദി ഇല്ലെന്നാകിൽ, ദേഹം ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ എന്തൊക്കെ കർമ്മങ്ങൾ, ഇപ്പം നമുക്ക് ഒരു മനുഷ്യൻ എന്തെല്ലാം കർമ്മങ്ങൾ വേണം. ഒരു മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ മരണം വരെയും ദേഹം നശിക്കുന്നവരെയും എത്രത്തോളം അവർക്ക് വേണ്ടി വേറൊരാൾ കർമ്മം ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഒരു വളർച്ച എത്തുന്നത് വരെ നമ്മുടെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് കർമ്മം ചെയ്തു തന്നു. നമ്മളും മറ്റുള്ളവർക്ക് കൊണ്ട് ഇങ്ങനെ കർമ്മം ചെയ്യുന്നു. എന്തൊക്കെയാ ചെയ്യുന്നേ? വല്ല കണക്കുണ്ടോ? ഇതൊക്കെ വേണ്ടത് എന്താ? ദേഹം ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ദേഹം ഇല്ലായിരുന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഗുണദോഷങ്ങളെല്ലാം വിധിക്കുന്നത് പാർത്താൽ കർമ്മങ്ങൾക്കാണ്. കർമ്മങ്ങൾക്കായും നിയമങ്ങൾക്കങ്ങായിക്കൊണ്ടും നിർമ്മലം അല്ലാതെയാം ദേഹാദി ഇല്ലെന്നാകിൽ ഇതിൻ്റെ ആവശ്യമില്ല. ദേഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അകൃഷ്ണസാര അബ്രഹ്മണ്യത്വദേശം നീചം. അബ്രഹ്മണ്യച്ച ബ്രാഹ്മണരില്ലാത്ത ദേശം. അകൃഷ്ണസാര അബ്രഹ്മണ്യ, അതായത് മൃഗവും ബ്രാഹ്മണനും ഇല്ലാത്ത ദേശം. കൃഷ്ണമൃഗം എന്നും പറഞ്ഞൊരു മൃഗമുണ്ട്, അത് മാനാണെന്നാ തോന്നുന്നത്, എനിക്കറിയാൻ വയ്യ. പിന്നെ അബ്രഹ്മണ്യം എന്ന് വെച്ചാൽ എന്താണ്? ബ്രാഹ്മണർ ഇല്ലാത്ത ദേശം. ബ്രാഹ്മണർ വേണം, അതായത് നല്ല ഭക്തിയുള്ള ബ്രാഹ്മണർ എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനികളാണ്, അത്രത്തോളം ഭക്തിമാന്മാരാണ്, ബ്രഹ്മജ്ഞാനികളാണ്. അതുകൊണ്ട് അകൃഷ്ണസാര അബ്രഹ്മണ്യച്ചാണ് ബ്രാഹ്മണർ ഇല്ലാത്ത ദേശം നീചമാണ്. അത് അത്രമാത്രം നീചമാണ്. നമ്മൾ എല്ലായിടവും നല്ല നല്ല ജ്ഞാനികൾ വേണം, ബ്രഹ്മജ്ഞാനികൾ വേണം. അത് ജാതിയെ പറ്റി പറയുമല്ലോ ഇവിടെ. ഭക്തന്മാരായ ഈ ഈ ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ വേണം. അല്ലെങ്കിൽ എന്താണ്? അത് ആ ദേശം നീചമാണ്. അതായത് പിന്നെ മൂഢന്മാരല്ലേ കാണുള്ളൂ. ഒരു ദേശത്ത് ഒരു ബ്രഹ്മജ്ഞാനികളും വേണ്ടേ. അതുകൊണ്ട് അകൃഷ്ണസാര അബ്രഹ്മണ്യത്വ ദേശം നീചം. സകലേശ്വരൻ തൻ്റെ കഥ ചൊല്ലാത്ത ദേശം അശുചി. പിന്നെ അതായത് ഭഗവാന്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ നമ്മളെല്ലാ വീടുകളിലും സന്ധ്യയാവുമ്പോഴെങ്കിലും നമ്മൾ ഭഗവാനെ കൃഷ്ണ ഗോവിന്ദ നാരായണ ഭഗവാനെ എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചതിനായിരുന്നു. ഇത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇന്ന് എല്ലാവരും വീടുകളിൽ മൂകത പിടിച്ചിരിക്കുക. സന്ധ്യയാവുമ്പം ടി വി എങ്ങാനും ഒരു 7 മണിക്കൊക്കെ അത് വേണമെങ്കിൽ റേഡിയോ ടി വിയൊക്കെ വെച്ച് അത് കേൾക്കും. പക്ഷേ ഈ ഭഗവാന്റെ സകലേശ്വരൻ തൻ്റെ കഥ, ഭഗവാൻ നാരായണനായിരിക്കുന്ന പരമേശ്വരൻ കൃഷ്ണനായി അവതാരമെടുത്ത് ആ പരംപിതാവിൻ്റെ നാമങ്ങൾ കഥകൾ പ്രാർത്ഥിക്കാതെയും ചൊല്ലാത്തിരിക്കുന്ന ദേശം അത്രമാത്രം ദുഷിച്ച ദേശം നീചമാണ്. അതുപോലെ തന്നെയാണ് ഒരു ബ്രഹ്മജ്ഞാനി അബ്രഹ്മണ്യൻ, അത് ബ്രാഹ്മണൻ ഇല്ലാത്ത ദേശവും നീചമാണ്. അതുകൊണ്ട് അകൃഷ്ണസാര അബ്രഹ്മണ്യത്വദേശം നീചം. സകലേശ്വരൻ തൻ്റെ കഥ ചൊല്ലാത്ത ദേശം അശുചി. പിന്നെ അതും അശുചിയല്ല, അശുചിയാണ്. ഭഗവാന്റെ കഥകൾ എപ്പോഴും ഇതുപോലെ പാരായണം ചെയ്യണം. നമ്മൾ വീടുകളിലിരുന്ന് പാരായണങ്ങളെടുത്ത് നന്നായി. അത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്മയുണ്ടായിരുന്നു, ഇപ്പോൾ അവർ കിടപ്പാ. അവർ യഥാർത്ഥത്തിൽ ഭയങ്കര ഭയമുള്ളവരായിരുന്നു. രാമായണ മാസം കർക്കിടക മാസം വന്നാൽ അവർക്ക് അറിഞ്ഞുകൂടെങ്കിലും അറിയാമെങ്കിലും എല്ലാം ഒന്നും ഇതൊരു ഗുരുമുഖത്ത് പഠിക്കാത്തതുകൊണ്ട് തന്നെ അർത്ഥങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ലെങ്കിൽ പോലും അവർ ആ കർക്കിടക മാസം 31 32 ദിവസം കൊണ്ട് അതെല്ലാം ആ രാമായണത്തെ വെച്ച് വായിക്കും. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഒരു ഭാഗവതം വായിക്കും. ഇപ്പോൾ അവർ വയ്യാതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല, ഇച്ചിരി കിടപ്പൊക്കെയാണ്, എന്നാലും സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കും.
ഇപ്പം ഇച്ചിരി വേണ്ടൂല. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഭഗവാനുള്ള ചിന്ത മതി. ഭഗവാനെ എനിക്കതൊന്നും വരികൾ എന്താണെന്ന് എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല, എന്നാൽ എൻ്റെ ഭഗവാന്റെ കഥ എനിക്ക് പറഞ്ഞേ പറ്റൂ, എനിക്ക് വായിച്ചേ പറ്റൂ, എനിക്ക് ആ ഭഗവാന്റെ നാമ സങ്കീർത്തനങ്ങൾ കേട്ടേ പറ്റൂ, അത് പാടണം, സങ്കീർത്തനങ്ങൾ കേൾക്കുകയും വേണം, അത് കേൾപ്പിക്കുകയും വേണം, എല്ലാവരും കൂടെ ചേർന്ന് ഇത് ചൊല്ലാമെങ്കിൽ എന്ത് സന്തോഷമാണ് ആ നാട്. എത്രമാത്രം ദേവന്മാരും എന്തെല്ലാം പിതൃക്കളും ഒക്കെ അതായത് പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളൊക്കെ സന്തോഷിക്കും. പിതൃക്കളും ദേവന്മാരും ഒക്കെ ചുറ്റിനുമുണ്ട്. ഇവരൊക്കെ നന്നായിട്ട് സന്തോഷിച്ച് നമുക്ക് സന്തോഷം തരും, നമ്മളെ അനുഗ്രഹിക്കും. അവരെല്ലാവരും നാഗങ്ങൾ, അത് സർപ്പങ്ങൾ, ഇവരൊക്കെ കേട്ട് സന്തോഷിക്കും. ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുകയും കഥകളിങ്ങനെ വായിച്ച് പുരാണങ്ങൾ വായിക്കുക ചെയ്യുമ്പോൾ അത് ഉറക്ക വേണം, മൗനത്തിലല്ല വേണ്ടത്. നന്നായി ഉറക്കെ തന്നെ. ഇപ്പം ഞാനെങ്ങനെയാ പറയുന്നത്, അത്രയ്ക്കും അങ്ങോട്ട് വേണ്ടെങ്കിലും ഒത്തിരിയുടെയൊക്കെ താന്നായാലും വേണ്ടൂല, എങ്കിലും ചുറ്റുപാടും കേൾക്കണം, നമ്മുടെ പരിസരത്ത് കേൾക്കണം. മുറിക്കകത്ത് മാത്രം കേട്ടാൽ പോരാ, പരിസരത്ത് കേൾക്കണം. വെളിയിലുള്ള പിതൃക്കളോ ദേവന്മാരോ ഒക്കെ കേൾക്കണം. അതുകൊണ്ട് സകലേശ്വരൻ തൻ്റെ കഥ ചൊല്ലാത്ത ദേശം ശുചി, അത് കൊള്ളില്ല, ശുചിയില്ല. പിന്നെ കൃഷ്ണസാര സംയുതേവി സത് വിശുദ്ധ ജനഹീനം. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ ജനങ്ങളില്ലാത്ത അത് ഇല്ല, ഹീനം, അത് കർമായ വിപരീതമെന്ന്. നല്ല വിശുദ്ധ ജനങ്ങൾ വേണം. എന്താണ് വിശുദ്ധ ജനഹീനം? കൊള്ളില്ല. അങ്ങനെ നല്ല ജനങ്ങളില്ലെങ്കിൽ അതും കൊള്ളില്ല. സംസ്കൃതത്തിങ്കിൽ അറിവാലേ വാഴുന്നവനും, സംസ്കൃതമാണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ, അതുകൊണ്ട് സംസ്കൃതത്തിൽ അറിവാലെ വാഴുന്നവനും, നിഷ്കാമകർമ്മൻ കർമ്മണ്യ ഗുണവാനും. അപ്പോൾ ഇങ്ങനെ നിഷ്കാമകർമ്മനായിരിക്കണം. അതാണ് ഒരു ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത്. ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് മാത്രം പോരാ, ആ ദേശത്ത് ഒരു ബ്രഹ്മജ്ഞാനി വേണം. എന്താണ്? ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ ചെയ്യണം. ഒരു ഫലത്തിനുമല്ല എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള രീതിയിലല്ല, പരമാത്മാവിൽ ലയം പ്രാപിക്കുക മാത്രം. അതാണ് ഇവിടെ നിഷ്കാമ കർമ്മം. അങ്ങനെയുള്ള നിഷ്കാമ കർമ്മനും ധർമ്മകർമ്മണ്യ ഗുണവാനും, ധർമ്മം എല്ലാ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളവർ വേണം. അപ്പോൾ സംസ്കൃതത്തിൽ അറിവ് വേണം, പിന്നെ വിശുദ്ധ ജനം വേണം, പിന്നെ കൃഷ്ണസാര സംയുദേവി വിശുദ്ധ ജനഹീനം. ഭഗവാന്റെ ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുക ഇതാണെന്ന് തോന്നുന്നു. സംയുദേവി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭഗവാന്റെ കഥ പറയുക, പ്രാർത്ഥിക്കുക, വിശുദ്ധ നല്ല ശുദ്ധിയുള്ള ജനങ്ങൾ, ഇതൊക്കെ വേണം. സംസ്കൃതത്തിൻ്റെ അറിവ് നമ്മൾ ഭാഗവതം അങ്ങനെ വായിച്ചാലും കുറേയൊക്കെ സംസ്കൃത പദങ്ങൾ ഇതിലുണ്ടല്ലോ. പിന്നെ നിഷ്കാമകർമ്മൻ, യാതൊരു ഫലം ആഗ്രഹിച്ചല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ ഒരു ഭക്തൻ. അങ്ങനെ ധർമ്മകർമ്മണ്യ ഗുണവാനും, അങ്ങനെയുള്ള ഗുണവാനായിരിക്കണം. ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവനായിരിക്കണം. അത് ആഗ്രഹമില്ലാതെ ഫലം ആഗ്രഹിക്കാതെ ചെയ്യണം. കാലവസ്തു താൻ ഇവൻ കാലവസ്തുവിൽ നിന്ന് ചാലവേ എന്നി നിവർത്തന്മാരാകുകയും ചെയ്തു. കർമ്മങ്ങൾ ചെയ്തു മറ്റും കർമ്മങ്ങൾ സമ്പാദിക്കാം നിർമ്മലമതേ പറഞ്ഞിടുവൻ കേട്ടാലും നീ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇനി കർമ്മങ്ങൾ ചെയ്ത് മറ്റ് കർമ്മങ്ങൾ സമ്പാദിക്കുന്നത് എങ്ങനെയാണ് നിർമ്മലമതേ, അത് ഞാൻ പറയാൻ കേട്ടുക. അപ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മൾ എന്ത് മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഇത് കേൾക്കുന്ന മക്കളെങ്കിലും മനസ്സിലാക്കുക. രാവിലെ ഒത്തില്ലെങ്കിൽ വൈകിട്ടത്തെ സന്ധ്യയ്ക്കെങ്കിലും എത്രയും നേരമെങ്കിലും ഭഗവാന്റെ സ്തുതിക്കുക. അത് എല്ലാവരോടും സന്ധ്യാനാമങ്ങൾ ചൊല്ലുക. ഭഗവാന്റെ കീർത്തനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗവതമോ രാമായണമോ എന്തായാലും ഭഗവത്ഗീതയോ ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. അത് വായിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന ഇത് കേൾക്കുന്നുണ്ടല്ലോ മക്കളെല്ലാവരും. ഈ ഞാനിടുന്ന ഈ യൂട്യൂബിൽ കൂടെ ഇരുന്ന ഭാഗവതം ഭഗവത്ഗീത ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് വേണം, അതിലേക്ക് ഇഴിഞ്ഞിറങ്ങി മനസ്സിലാക്കണം. നമുക്കത് ഉൾക്കൊള്ളണം. വെറുതെ കേട്ടിട്ട് കാര്യമില്ല. നമ്മൾ അരിയും കറിയും വെക്കുമ്പോൾ കേട്ടാൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല മക്കളെ. ഇതൊക്കെ ജോലി ഒതുക്കിയിട്ടേ ഇരുന്ന് കേൾക്കാവൂ. അതാണ് ഭഗവാൻ ഇഷ്ടം. ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ മാത്രം മറ്റ് ജോലികളൊന്നും ചെയ്തുകൂടാ. അത് പൊതുവേ മൊത്തത്തിൽ നമുക്ക് നാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കാം. പക്ഷേ ഇത് മനസ്സിലോട്ട് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഇതൊക്കെ പഠിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇത് മാത്രമായി ചെയ്യണം. അതാണ് ഈശ്വരന്, അതിനാണ് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുമ്പം ഇത് എന്ത് മനസ്സിലാക്കാനാ? ഒന്നും മനസ്സിലാവില്ല. കൃത്യനിഷ്ഠ നടത്തി പോകുന്നതേ അറിയാം. അത് നമ്മൾ ഉൾക്കൊണ്ടെങ്കിലല്ലേ അതിനകത്ത് അർത്ഥമുള്ളൂ. അതുകൊണ്ട് സന്ധ്യാസമയങ്ങളിൽ ഒരു 6 മണിയായിട്ട് തുടങ്ങിയ ഒരു 7 മണിവരെയെങ്കിലും ഇത് ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും പിന്നെ ഓം നമശിവായോ ഏതെങ്കിലുമൊക്കെ നാമങ്ങൾ സ്തുതിച്ചും കൊണ്ട് ധ്യാനിക്കണം.
ഒന്നും ചിന്തിക്കാതെ ആ ഭക്തിയോടുകൂടി നമ്മൾ ചൊല്ലിയ ഭക്തി മാത്രം മതി, അത് മാത്രം ലയിച്ച് അങ്ങ് വെറുതെ അങ്ങ് ഇരിക്കുക. ഒന്നും ചിന്തിക്കേണ്ട. മനസ്സിനെയും ശ്വാസത്തെയും ആ ഭ്രൂമധ്യത്തിൽ നിർത്തി അങ്ങ് ഇരിക്കുക, ധ്യാനിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. ഇതില്ലാത്ത ദേശമാണ്, ഇത് കൊള്ളില്ല. ഇതൊക്കെ വേണം ഒരു ബ്രഹ്മജ്ഞാനിയും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭഗവാന്റെ കീർത്തനങ്ങളും വചനങ്ങളും കഥകളൊക്കെ കേൾക്കുകയും അതൊക്കെ പറയുകയൊക്കെ ചെയ്താലേ ആ നാട് ശോഭിക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.